ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പത്തനംതിട്ട ബീഫ് കറിയുടെ കഥയായിട്ടാണ് കേട്ടോ. എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് പത്തനംതിട്ടയാണ്. അപ്പോൾ അവിടെ ചെന്ന സമയത്ത് അവിടെ ഒരു ബീഫ് കറി ഉണ്ടാക്കുന്ന കണ്ടപ്പോൾ എൻ്റെ വീട് എറണാകുളം. അപ്പോൾ എൻ്റെ വീട്ടിൽ ഉണ്ടാക്കുന്നതിനേക്കാളും കുറേയൊക്കെ വ്യത്യാസങ്ങൾ കണ്ടു. അപ്പോൾ അന്നേരം വിചാരിച്ചൊന്ന് നിങ്ങളെയും കൂടി കാണിച്ചു തരാമെന്ന്. അപ്പോൾ നമ്മൾ പുറത്ത് വിറകടുപ്പിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഹോൾ സ്പൈസസ് ഇല്ലേ, പട്ട, ഗ്രാമ്പു, ഏലക്ക, പെരിഞ്ചീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതെല്ലാം ഒന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കുറച്ച് അധികം സവാള ഉണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു കാൽ ഭാഗമാണ് നമ്മൾ ഉള്ളി ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് വാടി വരും. അപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ കറിവേപ്പിലയും സവാളയും ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഒരുമിച്ച് ഇട്ട് കൊടുക്കുക. ഇവരിതൊരു ഓരോ സ്റ്റെപ്പായിട്ട് ആദ്യം സവാള അതൊന്ന് വാടിക്കഴിയുമ്പോൾ ഉള്ളി പച്ചമുളക്, പിന്നെ അത് രണ്ടും ഒന്ന് വാടിക്കഴിയുമ്പോഴാണ് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഞാൻ പിന്നെയും പറയുകയാണ്, ഇതൊരു ഒതൻറ്റിക് റെസിപ്പി ആണോ ചോദിച്ചാൽ എനിക്കറിയില്ല. ഇവരിത് ഉണ്ടാക്കുന്ന സ്റ്റൈലൊന്ന് ഡിഫറെൻ്റായിട്ട് കണ്ടപ്പോൾ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതെല്ലാം ഒന്ന് വാടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ പൊടികളായിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇത്രയാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ബാക്കി പുറകെ ചേർത്ത് കൊടുക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ ഇതെല്ലാം കൂടി പൊടികളൊക്കെ ഇട്ടിട്ട് ഉപ്പൊക്കെ ചെക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോൾ അതിനകത്തേക്ക് 2-3 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വിറകടുപ്പും ചൂടും എല്ലാം കൂടി ആയിട്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു ഇളക്കി കൊടുക്കാൻ. തക്കാളിയും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ആ മസാലയും തക്കാളിയും എല്ലാം കൂടി ഒന്ന് കമ്പൈൻ ചെയ്ത് വരാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം. ഇനിയാണ് നമ്മുടെ മെയിൻ ടാസ്ക് എടുക്കണം. ഈ ബീഫും മസാലയും കൂടി ഈ ചൂടത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കുക എന്നുള്ളത്. പിന്നെ ഇത് നോമ്പ് തുറക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ബീഫിൻ്റെ റെസിപ്പി ആട്ടോ. അതാണ് നമ്മൾ ഇത്രയും ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് നല്ലോണം അടി ചേർത്ത് ഇളക്കിയില്ലെങ്കിൽ മസാല പെട്ടെന്ന് അടിക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതൊന്ന് ശ്രദ്ധിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. വെള്ളം നമ്മൾ ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ലായിരുന്നു. ബീഫിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങുമല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഈ മസാല ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് വേവിച്ചിട്ട് ആ ബീഫിൽ നിന്ന് ഇറങ്ങാനുള്ള വെള്ളം ഇറങ്ങി കഴിയുമ്പോഴാണ് വെള്ളം ഒഴിച്ചു കൊടുത്തത് കേട്ടോ. അങ്ങനെ നമ്മുടെ ബീഫൊക്കെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും വെള്ളം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി നമുക്കതൊന്ന് മൂടി വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. പിന്നെ നമ്മൾ തുറന്ന് നോക്കുമ്പോൾ ഇതാണ് അവസ്ഥ. കുറച്ച് വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ആവശ്യമായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നോമ്പുറക്കം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഗ്രേവി ആവശ്യമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടോ. പിന്നെയും നമ്മൾ അടച്ചു വെച്ച് കുറച്ച് നേരം വേവിച്ചു. അപ്പോൾ കുറച്ചും കൂടി വെള്ളമൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ സമയത്ത് ഇതിലേക്ക് ഗ്രേവി പോരാന്ന് തോന്നിയപ്പോൾ കുറച്ചും കൂടി വെള്ളം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനിയാണ് നമ്മൾ നേരത്തെ മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയും മല്ലിപ്പൊടിയുടെ ഒപ്പം ചേർക്കാത്ത മസാലകൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. കുറച്ച് മീറ്റ് മസാല, അതേപോലെ ഗരം മസാല, ഇതൊക്കെ വെളിച്ചെണ്ണയിൽ ഒന്ന് ചൂടാക്കി എടുത്തിട്ടാണ് ഈ സമയത്ത് നമ്മളിതാ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ കറി വെക്കുമ്പോൾ നമ്മൾ മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയും മല്ലിപ്പൊടിയുടെയും ഒപ്പം തന്നെയാണ് മീറ്റ് മസാലയും ഗരം മസാലയൊക്കെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി ഒന്നും കൂടി ആ മസാല ഇട്ടതിന് ശേഷം ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് പിന്നെ മൂടി വെച്ച് തന്നെ വേവിക്കാം. ഇത്രയും ബീഫ് ഉള്ളതുകൊണ്ട് തന്നെ നല്ല വേവ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒന്നും കൂടി മൂടി വെച്ച് വേവിക്കാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ബീഫ് കറി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അടുക്കി പിടിച്ചു പോകും. കാരണം നമ്മൾ അടുപ്പത്ത് വെച്ചുകൊണ്ട് നല്ല ചൂടായിരിക്കുമല്ലോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് വെളിച്ചെണ്ണയിൽ കറിവേപ്പിലയും തേങ്ങാക്കൊത്തും കൂടി വറുത്ത് ചേർത്തായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കുറേ തേങ്ങാക്കൊത്ത് വറുത്ത് ചേർത്തായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഈ സമയത്ത് കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി മൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി പത്തനംതിട്ട ബീഫ് കറി റെഡി. പിന്നെ ഇത് കഴിച്ചു നോക്കിയ സമയത്ത് എറണാകുളം ബീഫ് കറി ആയിട്ട് വ്യത്യാസം ഉണ്ടോ ചോദിച്ചാൽ ഉണ്ട്. പക്ഷേ അങ്ങനെ ഒരുപാട് വലിയ വ്യത്യാസമൊന്നും ടേസ്റ്റിൽ എനിക്ക് ഫീൽ ചെയ്തില്ല. എന്നാൽ എവിടേക്കോ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ഒരു ഡെക്കറേഷൻ പരിപാടിക്ക് വേണ്ടി കുറച്ച് കറിവേപ്പിലൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ സപ്പോർട്ട് ചെയ്യുക. ബൈ.